5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം, ഗ്രീൻ ഗ്ലോബൽ എന്നീ 2 ഡിജിറ്റൽ മീഡിയ ചാനലുകൾ എൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, ഞാൻ ഈ ഡിജിറ്റൽ മീഡിയ തുടങ്ങാൻ സമയത്ത്, യൂട്യൂബ് മീഡിയ തുടങ്ങാൻ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയും പലരോട് ചിന്തിക്കുകയും എനിക്ക് പലരുടെയും സഹായമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായി വരുന്ന ആളുകൾ അവർക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യണമെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഇത് പരമാവധി ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ സമയം നീണ്ടു പോകുകയാണെങ്കിൽ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക. എന്തായാലും നമുക്കിതിൻ്റെ ചരിത്രവും വളരെ വേഗത്തിൽ ഇതിൻ്റെ ചരിത്രവും എങ്ങനെയാണ് ഒരു യൂട്യൂബ് വീഡിയോയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 2005 ഫെബ്രുവരി 14 ചാദ് ഗർലി, സ്റ്റീവ് ചെൻ, ജാവേദ് കരീം എന്ന് പറയുന്ന 3 പേർ പേപ്ലേ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് ആ 3 പേരും കൂടി രാജിവെച്ചിട്ടാണ് യൂട്യൂബ് തുടങ്ങുന്നത്. ആദ്യമായിട്ടുള്ള വീഡിയോ കയറ്റിയത് സാൻ ഡിസോ മൃഗശാലയിൽ നിന്നുകൊണ്ട് 2005 ഏപ്രിൽ 23 ജാവേദ് കരീമാണ് മീ അറ്റ് ദ സൂ, ഞാൻ ഈ സൂലുണ്ട് എന്നുള്ള, ഞാൻ അല്ലെങ്കിൽ സൂലാണ് എന്നുള്ള അർത്ഥത്തിൽ, മൃഗശാലയിൽ നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് 2005 ഏപ്രിൽ 23. ഇപ്പോൾ 20 വർഷമാകുന്നു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ആദ്യത്തെ 2007 കൂടി ആകുമ്പോൾ 2 വർഷങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം തുടങ്ങി. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും വീഡിയോ തുടങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ആരംഭിച്ചു. 2010 ആകുമ്പോൾ വീഡിയോ സപ്പോർട്ട് അവർ കൊടുക്കാൻ തുടങ്ങി. അവർ തന്നെ, കമ്പനി തന്നെ വീഡിയോ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. 2011 ആകുമ്പോൾ യൂട്യൂബ് വീഡിയോയുടെ TV ലൈവിലേക്ക് പോയി. യൂട്യൂബിൽ ലൈവ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു. 2021 ആകുമ്പോൾ ഷോർട്ടുകൾ ചെയ്യാം, 3 മിനിറ്റും 2 മിനിറ്റും ഒക്കെ ഉള്ള ഷോർട്ടുകൾ ചെയ്യാനുള്ള പരിപാടികളുണ്ട്. ഏകദേശം 2.5 ബില്യൺ ആക്റ്റീവ് യൂട്യൂബേഴ്സ് ലോകത്തുണ്ട്. പക്ഷേ അതിലധികം ആളുകളുണ്ട്. പക്ഷേ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത്, പക്ഷേ കോടാനുകോടി ആളുകൾ യൂട്യൂബ് ആരംഭിച്ചിട്ടുണ്ട്. പലർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പല കാരണങ്ങളാൽ കഴിയുന്നില്ല. 3 ഭാഗങ്ങളാണ് ഒരു യൂട്യൂബ് തുടങ്ങുന്നതിന് നമുക്കുള്ളത്. ഒന്നാമത്തെ ഭാഗം, ഇതൊരു രജിസ്റ്റർ ചെയ്യണം. നമ്മൾ യൂട്യൂബിലേക്ക് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിന് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇംഗ്ലീഷിൽ സ്മാൾ ലെറ്റേഴ്സ് എല്ലാം വെച്ചുകൊണ്ടൊരു മെയിൽ ID നമ്മൾ ഉണ്ടാക്കണം. ആ മെയിൽ ID ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഡയറിയിൽ അത് നോട്ട് ചെയ്തിട്ടേക്കണം. കാരണം നമുക്ക് പിന്നെ യൂട്യൂബ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാലത്തോളം ആ മെയിൽ ID നമുക്ക് ഓർമ്മ വയ്ക്കണം. മെയിൽ ID മാറ്റുകയൊക്കെ ചെയ്യാം, പക്ഷേ ആ മെയിൽ ID നമുക്ക് ഓർത്തിരിക്കണം. അല്ലെങ്കിൽ ചെറിയ കുത്തോ കോമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറന്നുപോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു പാസ്വേഡ് ഉണ്ടാക്കുക. അപ്പോൾ പാസ്വേഡ് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുക. എല്ലാവർക്കും അത് കോമണായി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു മെയിൽ ID, ഒരു പാസ്വേഡ്, ഇത് 2 വെച്ച് തുടങ്ങാം. ഗൂഗിളിൽ കയറി യൂട്യൂബിൻ്റെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റും നമുക്ക്. അക്കൗണ്ട് തുടങ്ങുമ്പോൾ അതിനകത്ത് നമ്മുടെ യൂട്യൂബിൻ്റെ പേര് ചോദിക്കും, എന്ത് പേരാണ്. അപ്പോൾ പല പേരുകളും കൊടുക്കുമ്പോൾ ചില പേരുകൾ അത് അനുയോജ്യമായിരിക്കില്ല. ചിലപ്പോൾ ആ പേരുകളിൽ ആളുകൾ മറ്റ് യൂട്യൂബുകൾ കാണും. യൂട്യൂബിൽ ഇടുന്ന പേര് എപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് ടൈപ്പ്, ഇപ്പോൾ ആരോടെങ്കിലും നമ്മൾ പറയും നിങ്ങൾ യൂട്യൂബിൻ്റെ പേരെന്താ, ഉടനെ സുഭാഷിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഒരു മീറ്റിങ്ങിലൊക്കെ പോയി, ഒരു സെമിനാറിലൊക്കെ പോയിട്ട് ഉറച്ച് പറയുമ്പോൾ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. അപ്പോൾ എന്താ നിങ്ങളുടെ യൂട്യൂബിൻ്റെ പേര്, അത് ഗ്രീൻ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രീൻ ഗ്ലോബൽ എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ വാക്കുകളായിരിക്കണം എപ്പോഴും യൂട്യൂബിന് പേരിടേണ്ടത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പേരിട്ട് വരാറുണ്ട്. പിന്നെ അതിന് പേരിട്ട് കഴിഞ്ഞാൽ ഒരു ക്യാപ്ഷൻ കൊടുക്കാം നമുക്ക്. ഇതെന്താണ്, ചില യൂട്യൂബുകൾ കണ്ടിട്ടില്ല, ഇത് എൻ്റർടൈൻമെൻ്റ് ആണ്, ഇത് ആത്മീയതയാണ്, നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻ കൊടുക്കാം. ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നീണ്ട കൊടുക്കുന്നവരുണ്ട്, കുറച്ച് കൊടുക്കുന്നവർ. കൊടുത്തില്ല എന്ന് പറഞ്ഞും വലിയൊരു പ്രശ്നമുള്ളതല്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിലെ ആളായി, യൂട്യൂബ് പാർട്ട്ണറായി കഴിയും. യൂട്യൂബിൻ്റെ പാർട്ട്ണറായി കഴിഞ്ഞാൽ അടുത്ത നമ്മളെ ജോലിയാണ് വീഡിയോസും ഷോർട്സും അപ്ലോഡ് ചെയ്യുക. അപ്പം നമ്മൾ പാചകം ചെയ്യുന്ന പോലെയാണ്. നമ്മൾ പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെച്ച്, കഴുകി വെച്ച്, പിന്നെ മസാലയും പൊടിയും മുളകും എല്ലാം എടുത്ത് വെച്ച്, വെള്ളമൊക്കെ വെച്ച്, വെളിച്ചെണ്ണയും അല്ലെങ്കിൽ എണ്ണയും എല്ലാം എടുത്ത് വെച്ച് തീ കൂട്ടി, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അല്ല നേരിട്ട് വന്ന് അങ്ങോട്ട് അടുപ്പ് കത്തിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ സാവധാനത്തിൽ നമുക്ക് വീഡിയോസ് എടുക്കാം. മൊബൈൽ ഫോണിലെടുക്കാം, നമുക്ക് നല്ല ക്ലാരിറ്റിയുള്ള മൊബൈൽ ഫോണിലെടുക്കാം, ക്യാമറയിലെടുക്കാം, സ്വന്തമായി എടുക്കാം, മറ്റുള്ളവരുടെ സഹായത്താൽ എടുക്കാം. ട്രൈപോഡൊക്കെ വാങ്ങാൻ കിട്ടും ക്യാമറയ്ക്ക് വെക്കാൻ. അത് അങ്ങനെ വെച്ച് ട്രൈപോഡിൽ വെച്ചെടുക്കാം. അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്താൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. അങ്ങനെ വീഡിയോസ് എടുത്തു കഴിയുന്ന ആ ഒരു പ്രോസസ്സിനാണ് 2ാമത്തെ ഘട്ടമെന്ന് പറയുന്നത്. അത് വീഡിയോയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മൊബൈലിലോ നമുക്ക് പിന്നെ ക്യാമറയോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1ാമത്തെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു, രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. 2ാമത്തെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു, ഇത് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുക. 3ാമത്തെ പ്രോസസ്സാണ് നല്ല രസകരമായ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഗാലറിയിൽ എവിടെ കാണും? ഒന്നുകിൽ പിന്നെ നമ്മുടെ കയ്യിലേക്ക് മാറ്റി ലാപ്ടോപ്പിൽ കാണും, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ കാണും. ഇതെവിടെ ലാപ്ടോപ്പ് വഴിയും ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണും. കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൻ്റെ
പിന്നെ ഫേസ് ബോർഡിൽ കാണും, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണും, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കാണും. എന്തായാലും ഗാലറിയിലേക്ക് ആ വീഡിയോ വന്ന് കഴിയും. വീഡിയോ തന്നെ ആഡിയോ എടുക്കാം. നമുക്ക് ആഡിയോ എടുത്ത്, ആഡിയോ ആകുമ്പോൾ നമ്മുടെ മുഖം വരികയില്ല. പിന്നെ ചിത്രങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ആഡിയോ എടുത്തും ചെയ്യാം, വീഡിയോ എടുത്തും ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സുകളാണ് കുറച്ചധികം പഠിച്ചിരിക്കേണ്ടത്. തമ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ടൈറ്റിൽ എന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു വീഡിയോ തുറന്ന് നോക്കുമ്പോൾ, ഒരു യൂട്യൂബ് വീഡിയോ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആളുകളുടെ ഫോട്ടോയും ചിലപ്പോൾ ചില വീഡിയോകളാണെങ്കിൽ കമ്പനിയുടെ ഫോട്ടോയും കാണാം, കമ്പനിയുടെ പേരും കാണാം. അത് കുറവാണ്. ആളുകളുടെ ഫോട്ടോയും എന്താണ് പ്രധാന സബ്ജക്റ്റ് എന്നുള്ള തമ്പ് എഴുതിയിരിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നതിനാണ് തമ്പ് എന്ന് പറയുന്നത്. ആ തമ്പ് എഴുതി ആളുകളുടെ പടവും ഒക്കെ, ഗസ്റ്റിന്റെ പടവും ഒക്കെ ഇട്ട് വെക്കുന്ന ആ പേജിനെ കവർ പേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ കവർ പേജ് ഉണ്ട്, തമ്പ് ഇട്ടിരിക്കും അതിനകത്ത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ തമ്പ് നമ്മൾ മറ്റുള്ളവർക്ക് വീഡിയോ ഫോർവേഡ് ചെയ്യുമ്പോൾ അവർക്ക് തമ്പല്ല കിട്ടുന്നത്, ഇനി രണ്ടാമത് കിട്ടുന്ന ടൈറ്റിലാണ് കിട്ടുന്നത്. ടൈറ്റിൽ എന്താ ഞാൻ പിന്നെ പറയാം. ടൈറ്റിൽ എന്ന് പറയുന്നത് തമ്പിന് താഴെ നമ്മുടെ വീഡിയോയുടെ ഇതിൻ്റെ പേര്, ഏതിൻ്റെ പേര്, നമ്മുടെ ചാനലിൻ്റെ പേരും എത്ര സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ വരുന്നൊരു ഭാഗമുണ്ട്. അവിടെയാണ് ടൈറ്റിൽ. ആ ഭാഗത്ത് എഴുതുന്ന കാര്യം അത് കുറച്ച് നീട്ടി എഴുതുകയും ചെയ്യാം. ചുരുക്കമായിരിക്കണം തമ്പ്, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു വരിയിൽ കാര്യങ്ങൾ നിന്നില്ലെങ്കിൽ 2 വരിയിൽ എഴുതാനും കുഴപ്പമില്ല. നീളത്തിൽ എഴുതാം, അത് പല രൂപത്തിൽ എഴുതാം. അതൊക്കെ പല യൂട്യൂബ് വീഡിയോകളൊന്ന് കണ്ട് നമുക്ക് ഏറ്റവും ഫെമിലർ ആയിട്ടുള്ളത് ഏത് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാനിരിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ ടൈറ്റിലുമുണ്ട്. അപ്പോൾ ടൈറ്റിൽ നമുക്ക് ചെയ്യണം. അപ്പോൾ അപ്പോൾ നമ്മളൊരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്തു, അത് രജിസ്റ്റർ ചെയ്തു, പിന്നെ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്തു, അത് നമ്മൾ മാറ്റി വെച്ചു, പാചകത്തിന് മാറ്റി വെച്ചിരിക്കുമ്പോൾ ഗോതമ്പ് മാവൊക്കെ ബെറോട്ടയ്ക്ക് റെഡിയാക്കി വെക്കുമ്പോൾ റെഡിയാക്കി വെച്ചു, വീഡിയോ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ തമ്പ് ഇട്ട് കഴിഞ്ഞു. തമ്പ് നമ്മൾ അത് ടൈപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ, ധാരാളം സോഫ്റ്റ്വെയറുകളാണ് ഞാൻ താഴേക്ക് പറയാം, ഉടനെ തന്നെ അടുത്തതായിട്ട് പറയാം. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ഈ തമ്പും ടൈറ്റിലും ഒക്കെ നമ്മൾ മനസ്സിൽ നിന്ന് റെഡിയാക്കി അത് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സാണ് എഡിറ്റിംഗ്. 4-5 പ്രോസസ്സുണ്ട്. വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. 4-5 ഞാൻ പറയുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് അങ്ങനെ പറയുന്നു. എഡിറ്റിംഗ് എന്ന് പറയുന്നതില്ലാത്ത ഞാൻ പറഞ്ഞു, കവർ പേജ് നമുക്ക് ഡിസൈൻ ചെയ്യാം, ഡിസൈൻ ചെയ്യാതെ ഇടാം. എത്രയോ വീഡിയോകളിൽ അവർ നേരെ എടുക്കുന്നു, ഇതൊന്നുമില്ല, ചെറിയൊരു ടൈറ്റിലും ഇട്ട് അവരങ്ങ് ഇടുന്നുണ്ട്. അപ്പോൾ ക്യാപ്ഷൻ ഇട്ടിട്ടിടാൻ പറ്റും, കവർ പേജ് വേണമെന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ അക്കൗണ്ട്, ഈ യൂട്യൂബ് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലസ് പോയിന്റ്, അതിനകത്തൊരു പ്ലസ് പോയിന്റ്, അപ്പം യൂട്യൂബ് ഇത് ഓൺ ചെയ്യുമ്പോൾ പ്ലസ് പോയിന്റ് കിടക്കും. ആ പ്ലസ്സിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ ഇതിലേക്ക് പോകും. നിങ്ങൾ ഏതിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ ലാപ്ടോപ്പിലോ മൊബൈലിലോ ഗാലറിയിൽ കിടക്കാണല്ലോ വീഡിയോ, ചിലപ്പോൾ വേറെ വീഡിയോസൊക്കെ എടുത്താണ്, ഇതിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടാത്ത വീഡിയോസൊക്കെ നമ്മൾ എടുത്താണ്, വേറെ ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ സമയം കൊണ്ട് ഇത് കറങ്ങി അവസാനം എന്തിലേക്ക് വരും, അപ്ലോഡ് പോർഷനിലേക്ക് വരും. അപ്ലോഡ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം അത് കറങ്ങും. ഒരു പ്രാവശ്യം അത് അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കും, രണ്ടാമത് ഇനിഷ്യേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് രണ്ടും നടത്തി കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആവും. അപ്ലോഡ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യപ്പെടും. അത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതല്ല, കമ്പനി ജനറേറ്റ് ചെയ്യുന്ന, യൂട്യൂബ് കമ്പനി ജനറേറ്റ് ചെയ്യുന്ന ഒരു ലിങ്കാണ്. ഈ ലിങ്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിങ്ക് ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ലിങ്ക് അയക്കുമ്പോൾ ആളുകൾക്ക് കിട്ടുന്നത് ടൈറ്റിലാണ്. തമ്പ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ ഫോർവേഡ് ചെയ്യേണ്ടി വരും. അത് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് ഫോർവേഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ തമ്പും കിട്ടും. നോർമലായി ഫോർവേഡ് ചെയ്താൽ ടൈറ്റിലായിരിക്കും ആളുകൾ കാണാൻ പറ്റുക. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് മറ്റൊരാളിൻ്റെ വാട്സപ്പിലെ നമ്പറിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് തമ്പും കിട്ടുന്ന നിലയിൽ ചെയ്യാൻ പറ്റും. അത് 1-2 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയി, അത് നേരത്തെ ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. പ്ലേ സ്റ്റോറിൽ പോയി ഫോട്ടോഷോപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഈ ലെറ്റേഴ്സൊക്കെ എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് അതിനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മ്യൂസിക് കൊടുക്കാൻ പറ്റും, പിന്നെ ചിത്രങ്ങൾ കൊടുക്കാൻ പറ്റും, മറ്റല്ലാതെ വീഡിയോസ് കൊടുക്കാൻ പറ്റും. മറ്റുള്ളവരുടെ വീഡിയോസ് കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കൂടി കൊടുക്കണം. ഇപ്പോൾ വേറെ ഏതെങ്കിലും ചാനലിൽ വരുന്നൊരു വിവരം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വിവരം എടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് അവർ ബഹളം ഉണ്ടാക്കും. അവർക്ക് വേണമെങ്കിൽ നമുക്ക് കേസൊക്കെ കൊടുക്കാം. അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ കുറേ സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ട്, നമുക്ക് ക്യാപ്ഷൻ ഉണ്ടാക്കാൻ, എഡിറ്റ് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് സോഫ്റ്റ്വെയറുകൾ ധാരാളമായി കിട്ടുന്നുണ്ട്. CapCut, അപ്പോൾ ഇതെല്ലാം പ്ലേ സ്റ്റോറിൽ കിട്ടും. യൂട്യൂബ് സോഫ്റ്റ്വെയറിന് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ പ്ലേ സ്റ്റോറിൽ. ആ CapCut എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. വിൻഡോസ്, MOS, ആൻഡ്രോയിഡ്, iOS എന്നൊക്കെ പറയുന്ന ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി സോഫ്റ്റ്വെയറുകൾ നമുക്ക് സൗജന്യമായി കിട്ടും. പിന്നെ കാശ് കൊടുത്ത് വാങ്ങുന്ന 8,000-10,000 രൂപയൊക്കെ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങുന്ന സോഫ്റ്റ്വെയറുകളുമുണ്ട്.
കമ്പനി വലുതാവുകയാണെങ്കിൽ, നിങ്ങളുടെ യൂട്യൂബ് കമ്പനി വലുതാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരെണ്ണം കാശ് കൊടുത്തുകൂടി മേടിച്ച് വയ്ക്കുക. കാരണം നിങ്ങളെ ആർക്കെങ്കിലും ചതിക്കണമെന്നോ പറ്റിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ഇത് പൈറസി അടിച്ചതാണ് സൗജന്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ചിലപ്പോൾ ചതിക്കാനും പറ്റിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങി വെക്കുന്നതാണ്, കുറച്ച് വലുതാകുമ്പോൾ വരുമാനമൊക്കെ വന്നതിന് ശേഷം വാങ്ങി വെക്കുന്നതാണ് ഉചിതം. DaVinci Resolve എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ലെവലിലുള്ള എഡിറ്റിങ്ങിനൊക്കെയുള്ള ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിൻ്റെ എഡിറ്റിംഗ്, അതുപോലെ സീരിയൽ എഡിറ്റിങ്ങിനൊക്കെയുള്ള വലിയ വലിയ സോഫ്റ്റ്വെയറുകൾ നമുക്ക് കിട്ടും. അതിൽ കളർ ഗ്രേഡിങ് കൊടുക്കാൻ പറ്റും, ഓഡിയോ മിക്സ് ചെയ്യാൻ പറ്റും. വെളിയിൽ നിന്നുള്ള ഓഡിയോസാണ്, മറ്റ് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ കടൽ അല്ലെങ്കിൽ പർവ്വതം, മലകൾ, പുഴകൾ, കാട്, ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റും. അതിന് VN വീഡിയോ എഡിറ്ററും മൊബൈലിലാണെങ്കിൽ സാധാരണ VN വീഡിയോ എഡിറ്ററാണ് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ ഇരുന്ന് ഒരു 4-5 ദിവസം ഒന്ന് മനസ്സിലാക്കുമ്പോൾ കിട്ടാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ എഡിറ്റിംഗ് പിന്നെ പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണം. തമ്പും ടൈറ്റിലും എല്ലാം വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം, പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യണം. നമ്മൾ ഈ സിസ്റ്റത്തെ നമ്മൾ വളരെ പ്രൊഫഷണലായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടുള്ള ആരെങ്കിലും കൊണ്ട് ഷൂട്ട് ചെയ്യുകയും അവരെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ സോഫ്റ്റ്വെയർ മറ്റു കാര്യങ്ങൾ അറിയാമായിരിക്കും, അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇല്ലാതെ സാധാരണ ജനങ്ങൾക്ക് തന്നെ, ഏതൊരു സാധാരണക്കാരനും പാവപ്പെട്ടവനും മൊബൈൽ ഫോണിനും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. നീന്തൽ പഠിക്കുമ്പോഴാണ് ഇത് നീന്തിയേ പഠിക്കാൻ പറ്റൂ. വെള്ളത്തിലിറങ്ങാതെ കരയിൽ നിന്നുകൊണ്ട് ഇത് പഠിക്കാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ചെയ്ത് പഠിക്കുക, അതേ ഉള്ളൂ അതിൻ്റെ മാർഗം. ഇനി ഇതിൻ്റെ ഇൻകം പാർട്ട് ഏറ്റവും നല്ല മനോഹരമായും എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഭാഗമാണ്. ഇതിൻ്റെ വരുമാനം വരുന്നത് എങ്ങനെ കേട്ടാൽ നമുക്ക് ഇൻകം വരും. യൂട്യൂബ് തുടങ്ങിയാടാന്ന് ചോദിച്ചാൽ ഉടൻ ആളുകൾ ചോദിക്കും മോണിറ്റൈസ് ചെയ്തോ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടി തുടങ്ങിയോന്നാണ്. അപ്പം പൈസ ഇല്ല, ഗൾഫിൽ നിന്ന് ആളുകൾ വരുന്നവരാണ്. ഗൾഫിൽ നിന്ന് എന്ന് വന്നു? ഇന്നലെ വന്നു. എന്ന് പോവും? ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യൂട്യൂബ് തുടങ്ങിയോ? അപ്പം വലിയ മുതലാളി ആയല്ലോ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയല്ലോ എന്ന് ചോദിക്കും. കുറച്ച് വിവരമുള്ളവരാണെങ്കിൽ മോണിറ്റൈസ് ചെയ്ത് തുടങ്ങിയോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ എന്താണ് മോണിറ്റൈസ് ചെയ്യുക, എങ്ങനെ വരുമാനം വരും, കണ്ണി കണ്ടവർക്കെല്ലാം വരുമാനം വരുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ വളരെ പ്രമുഖമായ യൂട്യൂബ് ചാനലുകാർക്ക് 1 കോടിയും 2 കോടിയും ഒക്കെ കിട്ടുന്ന ചാനലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അവരുടെ അക്കൗണ്ട് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. എന്നാലും ഉണ്ടെന്നൊക്കെ പലരും ക്ലെയിം ചെയ്യാറുണ്ട്. ചെറിയ പൈസ കിട്ടുന്നവരുമുണ്ട്. അങ്ങനെ മോണിറ്റൈസ് ചെയ്ത് അപ്പോൾ ഒരു സംശയമുണ്ട്, എൻ്റെ ചാനലുകൾ മോണിറ്റൈസ് ചെയ്ത് തുടങ്ങിയോ എന്നൊരു സംശയം ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ആളുകൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അത് മറുപടി പറയാം. ഇപ്പം ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഇനി എന്താണ് ഇതിന് മോണിറ്റൈസ് ചെയ്യാനുള്ള പ്രോസസ്സ്? 4000 വാച്ചിങ് വ്യൂവേഴ്സ് ടൈമാണ്. ആളുകൾ വീഡിയോ എത്ര സമയം കണ്ടു എന്നുള്ളതാണ് വളരെ പ്രധാനം. 1000 വ്യൂവേഴ്സും ആവണം, സബ്സ്ക്രൈബേഴ്സ് 1000 ആകണം, 1000 സബ്സ്ക്രൈബേഴ്സും ആവണം. അത് 12 മാസങ്ങൾക്കുള്ളിലാവണം. ഒരു ചാനൽ തുടങ്ങി നമ്മൾ ആക്റ്റീവായി വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയാൽ 12 മാസങ്ങൾക്കുള്ളിലാണ് ഈ 4000 മണിക്കൂർ ആളുകൾ ഇത് കാണുകയും എല്ലാവരും കൂടി അത് AI സോഫ്റ്റ്വെയർ ഒക്കെ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ അത് കാൽക്കുലേറ്റ് ചെയ്യും. അവരുടെ കമ്പനി 4000 അവേഴ്സ് മണിക്കൂർ വാച്ച് അവേഴ്സും വേണം. 1000 സബ്സ്ക്രൈബേഴ്സും വരുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ 1 മില്യൺ ഷോട്ട് വേണം. ഷോർട്ടാണെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക, ലക്ഷക്കണക്കിന് ഷോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അത് എളുപ്പമല്ല. അതിനേക്കാൾ എളുപ്പം 1000 വ്യൂവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കുക, ഒരു 4000 അവേഴ്സ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കുക. ഇനി എത്ര സമയമാകാം വീഡിയോസ്? അതിനകത്തൊരു ചെറിയ കാര്യങ്ങളും അടങ്ങിയിരിക്കണം. നമ്മൾ ചിലർ പറയും 2 മിനിറ്റുള്ള വീഡിയോ ആണ് ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടം, ചിലർ പറയും 20 മിനിറ്റുള്ള വീഡിയോ വേണം, 25 മിനിറ്റ്. ഇതെല്ലാം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മാറിയും തിരിഞ്ഞും എല്ലാം ചെയ്യണം. എന്തെന്നാൽ 8 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ 2 പരസ്യം ചിലപ്പോൾ കയറും. ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ 3 പരസ്യം വരെ കയറിയെന്നിരിക്കും. 25 മിനിറ്റ് ആണെങ്കിൽ വീണ്ടും കൂടുതൽ പരസ്യം കയറും. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, 25 ഞാൻ വളരെ സിമ്പിളായ ഒരു കാൽക്കുലേഷൻ പറയാം, ഒരു അരിത്തമെറ്റിക് പറയാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് പറയാം. 25 പേര് 25 മിനിറ്റുള്ള ഒരു വീഡിയോ കാണുന്നതും അല്ലെങ്കിൽ 100 പേര് 3 മിനിറ്റുള്ള വീഡിയോ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ 100 പേര് കണ്ടിരിക്കുകയാണ് 3 മിനിറ്റുള്ള വീഡിയോ, എന്തൊരു റീച്ച് എന്ന് പറയും. പക്ഷേ അവർ കണ്ട സമയം കുറവാണ്. 3 മിനിറ്റുള്ള വീഡിയോയിൽ അവർ കണ്ടോളൂ, 100 പേര് കൂടി. അതേസമയം മറ്റേത് 25 പേരെ കണ്ടോളൂ, പക്ഷേ 25 മിനിറ്റുള്ള വീഡിയോ ആണ് കണ്ടിരിക്കുന്നത്. അവർ 25 മിനിറ്റും കണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഈ 10 മിനിറ്റോ 15 മിനിറ്റോ കണ്ടപ്പോൾ അവർക്ക് മതിയായി അവർ കാണും. അപ്പോൾ വാച്ച് ടൈം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നല്ല സബ്ജക്റ്റുകളാണെങ്കിൽ കുറച്ച് നീണ്ടു പോയാലും കുഴപ്പമില്ല, കമ്പനി പരസ്യമിടും. ആ പരസ്യത്തിൻ്റെ വരുമാനത്തിൽ നിന്നാണ് കമ്പനി നമുക്ക് പൈസ തരുന്നത്, അല്ലാതെ അവരെ കയ്യിൽ നിന്ന് എടുത്ത് തരുന്നതല്ല. കമ്പനിക്ക് ഒരു പരസ്യം കിട്ടിയാൽ, ഒരു ആഡ് കിട്ടിയാൽ, ആഡ് തന്നെ കുഞ്ഞു പരസ്യങ്ങൾ, നമ്മൾ 1000 രൂപയ്ക്ക് പരസ്യം ഇടുന്നവരും ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന്. ഇപ്പോൾ സിനിമയുടെയൊക്കെ പരസ്യമാണെങ്കിൽ അവർ വലിയ പൈസ മേടിക്കും കമ്പനി. അങ്ങനെ കമ്പനി മേടിക്കുന്നതിൻ്റെ 55% പൈസ 1000 രൂപ കിട്ടിയാൽ 550 രൂപ കമ്പനി എടുക്കും. അല്ല, 550 രൂപ ആളുകൾക്ക് കൊടുക്കും, 450 രൂപ കമ്പനി എടുക്കും. 55% ആളുകൾക്ക് കൊടുക്കുക, 45% കമ്പനി എടുക്കും. ഇതാണ് കമ്പനി പറയുന്ന ഒരു രീതി. ഇനി ഇതിനകത്ത് 2-3 ടേമും കൂടി പഠിച്ചിരിക്കുക. ഒന്ന് CPM, കോസ്റ്റ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കിട്ടുന്ന പൈസയാണ്. ഓരോ ആഡിനും കമ്പനിക്ക് കിട്ടുന്ന പൈസയാണ്
CPM കോസ്റ്റ് പെർ മില്യൺ എന്ന് പറയുന്നത്. ആളുകൾക്ക് കിട്ടുന്ന പൈസ RPM റവന്യൂ പെർ മില്യൺ എന്നാണ് പറയുന്നത്, ആളുകൾക്ക് കിട്ടുന്ന പൈസ. ഇനി ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മളെ യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ടോ, എത്ര വരുന്നു, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. വെറുതെ നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് പരസ്യം ഇടാൻ പറ്റില്ല, അത് വേറെ കാര്യമാണ്. നമ്മൾ പരസ്യം ഇടുന്നത് പിന്നെ പറയാം, അല്ലാതെ മറ്റേ പരസ്യം നമുക്ക് ഇടാൻ പറ്റില്ല, കമ്പനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ 2-3 ടെക്നിക്കൽ ടേം കൂടെ അറിഞ്ഞിരിക്കുക. YPP യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ഗൂഗിൾ ആഡ്സെൻസ് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, 4000 വാച്ച് അവേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മുടെ ആരാധകർക്ക് ഇതിനകത്ത് നമ്മളെ ആരാധിക്കുന്ന ആളുകൾക്കുള്ള സ്റ്റിക്കറുകൾ, അതുപോലെ ചാറ്റുകൾ, ഇതൊക്കെ ചെയ്യാനുള്ള അവസരം നമുക്ക് കൊടുക്കാം. കമൻറ്റ് ബോക്സിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അവസരം കൊടുക്കാം. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ഇടാം. ഇപ്പോൾ എൻ്റെ ചാനലിലൊക്കെ എനിക്ക് പരസ്യം കിട്ടിയിട്ടുണ്ട്, നമുക്ക് പിടിക്കാൻ പരസ്യം, ആ പരസ്യത്തിൻ്റെ പൈസ നമുക്ക് കിട്ടും, കമ്പനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കമ്പനി വഴി വരുന്ന പരസ്യം അല്ലത്, നമ്മൾ പിടിക്കുന്ന പരസ്യമാണ്. അപ്പോൾ നമുക്ക് പരസ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് വീഡിയോ രൂപത്തിലുള്ള പരസ്യം നമുക്ക് ഇടാൻ പറ്റും, ലേബലിംഗ് ചെയ്തുള്ള പരസ്യം ഇടാൻ പറ്റും, ഫ്രണ്ടിൽ പരസ്യം ഇടാൻ പറ്റും, വീഡിയോ തുടങ്ങുന്നിടത്ത് പരസ്യം ഇടാൻ പറ്റും, വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് പരസ്യം ഇടാൻ പറ്റും, വീഡിയോ അവസാനിക്കുന്ന സ്ഥലത്തും പരസ്യം ഇടാൻ പറ്റും. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കിട്ടും. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സംവിധാനങ്ങളിൽ നമ്മളെ സംവിധാനം പിന്നെ എന്താണ് യൂട്യൂബിനെ നമ്മുടെ വീഡിയോയെ സ്റ്റോറികളെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പുസ്തകം വിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിറ്റ് പോകുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. അതൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിറ്റേ ദിവസം ഇതെല്ലാം ചെയ്യാൻ നിൽക്കണ്ട. പതുക്കെ പഠിച്ച് കുറച്ചൊരു സംവിധാനമൊക്കെ വന്ന് നമ്മൾ മോണിറ്റൈസ് ഒക്കെ ചെയ്ത് പണമൊക്കെ കയ്യിൽ കിട്ടി തുടങ്ങി നമ്മളൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് കുറേശ്ശെ ഇതെല്ലാം പഠിച്ചാൽ മതി. എല്ലാം കൂടെ നാളെ രാവിലെ ചെയ്ത് മറ്റന്നാൾ തൊട്ട് ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്ന് വിചാരിക്കരുത്. പിന്നെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഇതിന് ഈ മോണിറ്റൈസ് ചെയ്യുന്നതിൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ആയി കഴിഞ്ഞാൽ മോണിറ്റൈസ് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. അത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ് നമ്പർ, പിന്നെ അതുപോലെ തന്നെ ആധാർ നമ്പർ, ഇങ്ങനെ കുറേ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, കുറേ ഡീറ്റെയിൽസ് കമ്പനി ചോദിക്കും. ഇതെല്ലാം കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലർക്കാണെങ്കിൽ 1 മാസത്തിനകത്ത്, ചിലപ്പോൾ 2 മാസം, അത് വെരിഫിക്കേഷൻ ടൈമാണ്. അതിനനുസരിച്ച് വെരിഫൈ ചെയ്തിട്ട് പറയും നിങ്ങൾ മോണിറ്റൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മോണിറ്റൈസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോ വീഡിയോയ്ക്കും എത്ര രൂപയാണ് കിട്ടിയത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കും, ചില വീഡിയോയ്ക്ക് 10,000 ആളുകൾ കണ്ടിട്ടുണ്ട്, 1,00,000 പേര് കണ്ടു, പക്ഷേ പൈസ കുറവാണ്. ചിലതിനാണെങ്കിലോ 2,000 പേരെ കണ്ടു, പക്ഷേ പൈസ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത് വരുന്നത് ഞാൻ പറഞ്ഞില്ല, പരസ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പൈസ വരുന്നത്. വലിയ കമ്പനികളുടെ വലിയ പരസ്യങ്ങൾക്ക് യൂട്യൂബ് കമ്പനി വലിയ പൈസ മേടിക്കും. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള 55% കിട്ടും, അല്ലാത്തതിന് ചെറിയ ശതമാനമേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് വീഡിയോ കയറ്റിയാൽ നമുക്ക് വരുമാനം വരും എന്നുള്ളത് അതും കൂടി ഇതിനകത്ത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 700 രൂപ മുതൽ 2,500 രൂപ വരെ ഒരു വീഡിയോയ്ക്ക് ഒരു സ്റ്റോറി ഇട്ടാൽ വരുന്നതിന് ഫിനാൻസ് ഉണ്ട്, ധനകാര്യപരമായ കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന സിനിമാ പാട്ടിനാണ് കൂടുതൽ പൈസ, അല്ല. ഡാൻസിനാണ്, അല്ല. കിട്ടുന്നത് ധനകാര്യമോ ഇൻവെസ്റ്റ്മെൻറ്റിനും ഉള്ളതാണ്. പിന്നെ സോഫ്റ്റ്വെയർ ടെക്നോളജി ആളുകളെ ഇപ്പോൾ ഇതൊരു ടെക്നോളജി പഠിപ്പിക്കലാണല്ലോ. ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ 400 രൂപ മുതൽ 1,500 രൂപ വരെ. അത് കമ്പനിയാണ് തീരുമാനിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കമ്പനി ആണെങ്കിൽ പോലും AI ആണ് ജനറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് കമ്പനിക്ക് തന്നെ വ്യക്തികൾക്ക് വലുതായിട്ട് അതിനകത്തൊന്നും ചെയ്യാനില്ല. എഡ്യൂക്കേഷൻ കോഴ്സുകൾ, ട്യൂട്ടോറിയൽസ് കോഴ്സ് പലരും പഠിപ്പിക്കാറുണ്ട് യൂട്യൂബ് വഴി. അതിനൊരു 300 മുതൽ 1,200 രൂപ. ഒരു വീഡിയോയുടെ കാര്യമാണ് ഈ പറയുന്നത്. ബിസിനസ് എൻ്റർപ്രനർ ആണെങ്കിൽ 400 മുതൽ 2,000 വരെ. ഹെൽത്ത് ഫിറ്റ്നസ് അല്ലെങ്കിൽ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 250 മുതൽ 1000 വരെ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ 400 മുതൽ 1,800 വരെ. കരിയർ, തൊഴിൽ, സ്കില്ല് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് 300 മുതൽ 1000 വരെ. അല്ലാത്ത ട്യൂട്ടോറിയൽസ് പറഞ്ഞാൽ 200 മുതൽ 800 വരെ. ഇങ്ങനെയാണ്. പിന്നെ ഗെയിമിനൊക്കെ വളരെ കുറവാണ്, 40 മുതൽ 300 വരെയും. കോമഡിക്കും വളരെ കുറവാണ്. സ്കിറ്റ് കോമഡിയൊക്കെ ഇടുന്നവർ 50 മുതൽ 400 വരെ. മ്യൂസിക്കും ഡാൻസിന് 20 മുതൽ 200 വരെ. ട്രാവൽ ബ്ലോഗിനും വളരെ കുറവാണ്, 100 മുതൽ 200 വരെ രൂപ മാത്രമേ ട്രാവൽ ബ്ലോഗിനും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏത് ഇടണം എന്നാലോചിക്കുമ്പോൾ മിക്സ് ചെയ്ത് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. നേരത്തെ ടൈം മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ ഫിനാൻസിൻ്റെ ധനകാര്യ വീഡിയോസ് ചെയ്യുക, മറ്റ് വീഡിയോസും കൂടെ മിക്സ് ചെയ്ത് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വരുമാനം വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ 1,00,000 വ്യൂവേഴ്സ് ഉള്ള ഒരു ഫിനാൻസ് വീഡിയോ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ധനകാര്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടു, 1,00,000 വ്യൂ വന്നു കഴിഞ്ഞാൽ 10,000 രൂപ മുതൽ 25,000 രൂപ നമുക്ക് കിട്ടും. പക്ഷേ അത് ഗെയിം ആണെങ്കിൽ 1,000 മുതൽ 3,000 രൂപ വരെ കിട്ടത്തുള്ളൂ. ഞാനൊരു കമ്പാരിസൺ പറഞ്ഞു എന്നേ ഉള്ളതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിനും പൈസ കുറവാണ്, 200-നും 800-നും ആണ്. ഇംഗ്ലീഷിലാണ് നിങ്ങൾ വീഡിയോ ചെയ്താൽ ഇരട്ടി പൈസ കിട്ടും, ഇതിൻ്റെ എല്ലാം ഇരട്ടി പൈസ കിട്ടും. അപ്പോൾ ഇംഗ്ലീഷിലും വീഡിയോ ചെയ്യുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ ഇന്ന് തന്നെ
ഫോൺ എടുക്കുക, ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞില്ലേ, ആരോടെങ്കിലും പറഞ്ഞില്ല, മെയിൽ ഐ ഡി ഉണ്ടാക്കുക, ഒരു പാസ്വേഡ് സൃഷ്ടിക്കുക, അത് എഴുതി വയ്ക്കുക. ഉടൻ തന്നെ യൂട്യൂബിൽ കയറി നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ടീം നിങ്ങളെ കാര്യമായി സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങാൻ ഇപ്പോൾ ഒരു മാനസിക ധൈര്യം കുറവാണെങ്കിൽ ഞങ്ങളുടെ 2 യൂട്യൂബ് ചാനലിലും സുഭാഷിതത്തിലും ഗ്രീൻ ഗ്ലോബലിലും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ഷൂട്ട് ചെയ്യാൻ അവസരങ്ങളുണ്ട്, എഡിറ്റ് ചെയ്യാൻ സപ്പോർട്ടിങ്ങിന് ഞങ്ങൾക്ക് ടീമുണ്ട്. പക്ഷേ എഡിറ്റിംഗ് സപ്പോർട്ട് ചെയ്യാം, ആങ്കറായിട്ട് വരാം, നിങ്ങൾക്ക് ഗസ്റ്റായിട്ട് വരാം, സ്റ്റോറി, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളായാലും സ്റ്റോറി ചെയ്തു തരാം. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ വീഡിയോസ് ഞങ്ങൾക്ക് എടുത്ത് അയച്ചു തരാം. ടെലഗ്രാമിലും വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അനുഭവത്തോടുകൂടി അയച്ചു കഴിഞ്ഞാൽ നമ്മളത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ കൊടുക്കും. ഏത് രൂപത്തിൽ വേണോ നിങ്ങൾക്ക് ഞങ്ങളുമായി സഹകരിക്കാം. പിന്നെ ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ പട്ടം കേന്ദ്രമാക്കി ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെടുത്തിയ ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് വീഡിയോസ് എടുക്കുകയും ചെയ്യാം. അതൊക്കെ ഞങ്ങളെ നമ്പർ ഇതിനകത്ത് കൊടുക്കും. ഏത് തരത്തിലുള്ള സഹായവും ചെയ്തു തരാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം, ഒരു ടീമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു, 2 ചാനലിൻ്റെയും. ഞങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ഈ വീഡിയോ ഇതിലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഈ ഞങ്ങൾ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അതിൽ വാട്സാപ്പ് നമ്പറും കൊടുക്കുക, നിങ്ങൾക്കിടാം. പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, നിങ്ങൾ ഭാവിയിൽ ഇതുപോലെ വീഡിയോസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ വീഡിയോ കൂടുതൽ ആളുകൾ കണ്ടെങ്കിൽ, ഒരുപാട് പേര് ഫോർവേഡ് ചെയ്തെങ്കിൽ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെങ്കിൽ എന്നാണ് ഏതൊരു യൂട്യൂബറും ആഗ്രഹിക്കുന്നത്. അതൊരു സ്വകാര്യ ആഗ്രഹവും ഒരു അഹങ്കാരവുമാണ്. അത് ഞങ്ങളും ആഗ്രഹിക്കുന്നു. നിങ്ങൾ പരമാവധി ഈ വീഡിയോ കണ്ടാൽ 10 പേർക്കെങ്കിലും ഫോർവേഡ് ചെയ്യുക. അതിൽ കുറച്ച് പേരെയെങ്കിലും കൊണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിക്കുക. നല്ല കമൻറ്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഇതൊരു സോഷ്യൽ മീഡിയയാണ്. ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. നമുക്ക് ജനങ്ങളോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സ്വന്തമായി കഴിവുള്ളവർ സ്വന്തമായി പ്രസൻറ്റ് ചെയ്യുക. ഇനി സ്വന്തമായി പ്രസൻറ്റ് ചെയ്യാൻ കഴിവോ സൗന്ദര്യവും മറ്റൊന്നും ഇതിനകത്തൊരു ഘടകമല്ല. ജാതി, മതം, വർഗം, ഗോത്രം, രാജ്യം, സൗന്ദര്യം ഒന്നും ഒരു ഘടകമല്ല. പക്ഷേ പ്രസൻറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാത്രം മുഖം സ്ഥിരമായി കാണുമ്പോൾ പ്രേക്ഷകർക്ക് ചില പ്രശ്നമുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ട് ആളുകളുടെ കൂടി വീഡിയോ എടുത്തിടുക. അവരെ പോയി ഷൂട്ട് ചെയ്തും അവർ അല്ലാതെയൊക്കെ ഇടുക. വരുമാനം വരുമ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുക്കുക. ആദ്യമേ ഒരുപാട് പണമൊന്നും വാരി മുടക്കരുത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് വരുമാനം വരും. അപ്പോൾ യൂട്യൂബിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നുമുണ്ട്.